10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനം 3ന്റെ ഉത്തരമാണ് ചർച്ച ചെയ്യുന്നത്. ചോദ്യം: സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ് വിജ്ഞാന സമ്പത്തും കൈയടക്കി വെച്ചിരിക്കുന്നത്. ഈ വിജ്ഞാനശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ കൂടുതൽ സാമ്പത്തിക ശേഷി കൈവരിക്കുകയും ചെയ്യുന്നു. ഈ നിരീക്ഷണം സമകാലിക ലോക സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുക. ഉത്തരം: ഒരു നാട് ഉയർന്ന സാക്ഷരത, ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉയർച്ച എന്നിവയിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കനത്ത മൂലധനം, അതായത് സമ്പത്ത് അത്യാവശ്യമാണ്. വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്നത് സമ്പത്തുള്ള രാജ്യങ്ങളെയാണ്. അവർക്ക് മൂലധനം കണ്ടെത്താൻ ഒട്ടും പ്രയാസവുമില്ല. അവർ അതിലൂടെ പുതിയ അറിവുകൾ, സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ് വിജ്ഞാന സമ്പത്ത് കൈയടക്കി വെച്ചിരിക്കുന്നതെന്ന ലേഖകന്റെ നിരീക്ഷണം ശരിയാണ്. സമ്പന്ന രാജ്യങ്ങൾ പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിർമ്മിച്ചെടുക്കുന്നു. ഇതിൻ്റെ ഉടമസ്ഥാവകാശവും സമ്പന്ന രാജ്യങ്ങൾക്ക് തന്നെയായിരിക്കും. സാമ്പത്തികമായി പിറകെ നിൽക്കുന്ന വികസ്വര രാജ്യങ്ങൾ സാങ്കേതിക വിദ്യകൾക്കായി സമ്പന്ന രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. അങ്ങനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. സാങ്കേതിക വിദ്യയെ നല്ല വിധത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഡിജിറ്റൽ അസമത്വവും പെരുകുന്നു. കാരണം മൂലധനം കയ്യിലുള്ളതിനാൽ സമ്പത്തുള്ള രാജ്യങ്ങൾ അഥവാ വികസിത രാജ്യങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ അറിവുകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾ പുതിയ അറിവുകളെ നിർമ്മിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മുൻനിരയിലേക്ക് വന്നാൽ മാത്രമേ ഇത്തരം അസമത്വങ്ങൾ ഇല്ലാതാവുകയുള്ളൂ.